എബ്രായർ 11:24 മുതൽ 26 വരെ വായിക്കുമ്പോൾ അത് മോശ 40 വയസ്സുള്ളപ്പം പറഞ്ഞതാണ്. എനിക്ക് പാപത്തിൻ്റെ സുഖം വേണ്ട, ഈ ലോകത്തിൻ്റെ ധനം എനിക്ക് വേണ്ട, ലോകത്തിൻ്റെ മാനവും വേണ്ട. നിങ്ങൾ ചിന്തിക്കും അങ്ങനെയുള്ള ആൾ ആത്മീയനാണെന്ന്. ദൈവം പറഞ്ഞു അല്ല. അത് നല്ലതാണ്. ഇനിയും അവൻ തകരപ്പെടണം. അവൻ തകരപ്പെടാനായിട്ട് 40 കൊല്ലമെടുത്തു. അപ്പോൾ ദൈവം പറഞ്ഞു നീ ഇപ്പം തയ്യാറായിരിക്കുന്നു. അതിനു മുമ്പ് അവനെ ലോകം പുകഴ്ത്തി. പണത്തിന് വേണ്ടി ജീവിക്കാത്ത ഒരു മനുഷ്യൻ, നിഷ്കളങ്കനായ ഒരാൾ, മാനം ആഗ്രഹിക്കാത്തവൻ, ലോകം നിന്നെ പുകഴ്ത്തുകയാണ്. എന്നാൽ ദൈവം പറഞ്ഞു എനിക്ക് നിന്നെ ഉപയോഗിക്കണം, അതിന് നീ തകരണം. 40 കൊല്ലം കൊണ്ട് അവനെ നുറുക്കി പൊടിച്ചു. ഇത്രമാത്രം അവൻ തകരപ്പെട്ടു. അവൻ ദൈവത്തോട് പറഞ്ഞു നിന്നെ സേവിക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാനൊരു അരിഷ്ടനാണെന്ന് മോശ പറഞ്ഞപ്പം അവനത് അർത്ഥമാക്കിയാണ് പറഞ്ഞത്. നമുക്ക് വേണേൽ പാടാം, ആശ്ചര്യമാം മഹാകൃപ രക്ഷിച്ച് ഹീനനെ. എന്നാൽ നീ ഒരു ഹീനനാണെന്ന് നീ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു തകർക്കപ്പെട്ട മനുഷ്യന് തൻ്റെ ജീവിതം മുഴുവനും അങ്ങനെയാണ് തോന്നുന്നത്. ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും ദൈവം തകർക്കുന്നത് എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. കാരണം മോശ പിന്നെയുള്ള 40 കൊല്ലം തകർക്കപ്പെട്ടവനായിട്ട് തന്നെ ഇരുന്നു. അതുകൊണ്ടാണ് അന്ന് ലോകത്തിലെ ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യൻ മോശയാണെന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, നിങ്ങൾക്ക് പല വിശുദ്ധിയും കാണും, അതുകൊണ്ട് മാത്രം കാര്യമില്ല. പൗലോസിൻ്റെ ജഡത്തിലെ ശൂലത്തെപ്പറ്റി നമുക്കറിയാം. എന്നാൽ പലർക്കും തിമോത്തിയോസിനുണ്ടായിരുന്ന ജഡത്തിലെ ശൂലത്തെപ്പറ്റി അറിയത്തില്ല. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, അത് 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിലാണ്. അവിടെ നാം വായിക്കുന്നത് 1 തിമോത്തിയോസ് 5:23 മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണവും നിമിത്തം. അവിടെ പറയുന്നു കൂടെയുള്ള ക്ഷീണവും നിമിത്തം. കർത്താവിൻ്റെ വളരെ ശുഷ്കാന്തിയുള്ളൊരു ശുശ്രൂഷകാരനായിരുന്നു തീമോത്തിയോസ്. പൗലോസ് കഴിഞ്ഞാൽ. ഫിലിപ്പിയർ 2:19 പൗലോസ് അത് പറയുന്നുണ്ട്. എന്നാൽ ആ മനുഷ്യന് കൂടെ രോഗിയാകുമായിരുന്നു. എങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും? 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കർത്താവിൻ്റെ വലിയ ദാസന് കൂടെ രോഗമുണ്ടാകുമായിരുന്നു. ഇതല്ല ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകുന്നത്. കാരണം അവർക്ക് ദൈവത്തെ അറിയില്ല, അവർക്ക് നുറുക്കമറിയില്ല. അവർക്കറിയില്ല ഈ ഭൂമിയിൽ കുറച്ചുനാൾ നമ്മെ ഈ ലോകത്തിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നത് നമുക്ക് പണവും ആരോഗ്യവും തരാൻ വേണ്ടിയല്ല. പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പണമല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. നിനക്കത് ഉണ്ടായിരിക്കും, എന്നാൽ അതങ്ങനെ സംഭവിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ തൊലിയുടെ നിറം പോലെ. നിങ്ങളുടെ തൊലിയുടെ നിറം വെളുപ്പായതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവത്തിന് നിങ്ങൾ കൂടുതൽ വേണ്ടപ്പെട്ടവനാണെന്ന്? അങ്ങനെയല്ലെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെയാണ് ഇതും. സമ്പത്തും അതുപോലാണ്. ഒരുപക്ഷെ നിങ്ങൾ CFC വന്നു, അന്ന് നിങ്ങൾ ഒരുപക്ഷെ വളരെ ദരിദ്രരായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളെ വളരെയധികം അനുഗ്രഹിച്ചു. ഏത് തരത്തിലാണ് അനുഗ്രഹിച്ചത്? തകർച്ചയിലൂടാണോ? എന്തായാലും പണത്തിലൂടെ അല്ല, മക്കളിലൂടെയുമല്ല. അല്ല, നിനക്ക് പല മക്കളുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല. കാരണം കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ ഏത് മുസ്ലിം കുടുംബവും നിന്നെ ആ കാര്യത്തിൽ തോപ്പിക്കും. അതിലല്ല പ്രശംസിക്കേണ്ട. അത് തകർച്ചയിൽ കൂടെ ആയിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലക്ഷണം. ഇത് മറന്നു പോകരുത്. ഇതുമല്ല ദൈവം എനിക്കിത് തന്നു, എനിക്കത് തന്നു. ഈ ലോകത്തിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ അതല്ല. അതൊരു വഞ്ചനയാണ്. അതേപ്പറ്റി നിങ്ങൾ എത്ര കൂടുതൽ ചിന്തിക്കുമോ അത്രമാത്രം നിങ്ങളുടെ ഹൃദയം വഷളാവും. നിങ്ങൾ തകരപ്പെട്ട ഒരാളായിരിക്കണമെന്നാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വ്യക്തിപരമായി അവനെ അറിയുന്ന ഒരാളായി തീരണമെന്ന്. നിങ്ങൾക്ക് പ്രശംസയുണ്ടെങ്കിൽ ആ പ്രശംസ നിങ്ങൾക്ക് അവനെ അറിയാം എന്ന കാര്യത്തിലായിരിക്കണം. നമുക്ക് യെശയ്യാവ് 53 പോകാം. യേശുവിനെക്കുറിച്ച് നാം യെശയ്യാവ് 53-ാം അധ്യായത്തിൽ വായിക്കുന്നു. പലപ്പോഴും ഞാൻ ഈ അധ്യായം ധ്യാനിക്കാറുണ്ട്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളിലും നമുക്കൊരു ഭാഗവും ഇല്ല. ഇവിടെ വായിക്കുന്നത് പോലെ ലോകത്തിൻ്റെ പാപം യേശുവിൻ്റെ മേൽ വെച്ചു എന്ന്. 6-ാം വാക്യം. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ ഈ അധ്യായത്തിൽ പറയുന്ന മറ്റു പല കാര്യങ്ങളും, അതിൽ ചില കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ കഴിയും. ദൈവവചനത്തിൽ കൂടെ നാം യേശുവിനെയാണ് കാണുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ അവനെ പോലെയാക്കും.
ഇവിടെ നാം കാണുന്ന യേശുവിനെയാണ്. ഇത് നാം വായിക്കുന്ന യെശയ്യാ 53:2 അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഞങ്ങൾ ഈ പറയുന്നത് ആർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും? ഈ മുഴുവൻ അധ്യായവും യെശയ്യാവ് പറയുകയാണ്, ഞാനിത് അവരോട് പറയുമ്പോൾ ആരാണ് ഇത് വിശ്വസിക്കാൻ പോകുന്നത്? ഇതൊരു ദൈവമനുഷ്യനെ കുറിച്ചുള്ള വിവരണമാണെന്ന്. ഇല്ല, ആർക്കിത് വിശ്വസിക്കാൻ കഴിയില്ല ഇതാണ് ഒരു ദൈവമനുഷ്യനെന്ന്. ആര് വിശ്വസിക്കും? ആര് വിശ്വസിക്കും സർവശക്തനായ ദൈവത്തിൻ്റെ ദാസനാണവനെന്ന്? അവനെങ്ങനെ? അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്കവണ്ണം സൗന്ദര്യമില്ല. 2-ാം വാക്യം: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ആളുകൾ രണ്ടാമത് അവനെ ഒന്നും നോക്കത്തില്ല. അവൻ ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ഒരു ദൈവമനുഷ്യൻ്റെ വിവരണമാണോ ഇത്? ഇന്ന് ടെലിവിഷനിലും മറ്റും നിങ്ങൾ കാണുന്ന മിക്ക പ്രസംഗരും ഒരു ഫിലിം സ്റ്റാറിനെ പോലെയാണ്. ഫിലിം സ്റ്റാറുകളെ പോലെ അവർക്ക് പണമുണ്ട്, സാധുക്കളിൽ നിന്ന് സമ്പാദിച്ചതാണ്. അവരെ കണ്ടാലും സിനിമാ നടന്മാരെ പോലെ ഇരിക്കും. എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശുവിനെ പറ്റി വരുന്ന സിനിമകളിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. യഥാർത്ഥ യേശുവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആകർഷിക്കത്തക്കതൊന്നും അവനിൽ ഉണ്ടായിരുന്നില്ല, രണ്ടാമതൊന്നും നോക്കാനുള്ള ഒരു ഗുണവും. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറയ്ക്കത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല, അവനെ കുപ്പയെന്നെണ്ണി. നിനക്കവനെ പോലാകണോ? ഈ യേശുവിനേക്കാൾ കൂടുതൽ ദൈവത്തെ അറിയാവുന്ന ഒരാളും ഭൂമിയിലില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ വലിയ മനുഷ്യർ ഈ ലോകത്തിന് കണ്ണിൽ ആകർഷമുള്ളവരല്ല. ലൗകികരായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ കണ്ണിലും അവർ ആകർഷിക്കത്തക്കവരല്ല. ദൈവം വിലമതിക്കുന്ന ദൈവമനുഷ്യരെ അറിയാനായിട്ട് നിങ്ങൾക്ക് ആത്മീയ നേത്രങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ നിങ്ങൾ പുകഴ്ത്തുക മാത്രമല്ല, നിങ്ങൾക്കൊരു ദൈവമനുഷ്യനെ പുകഴ്ത്താം. എന്നാൽ അവനെ പോലെ ആകാനായിട്ട് നിങ്ങളൊരു വില കൊടുക്കാൻ തയ്യാറായിരിക്കുകയില്ല. ഏതെങ്കിലും കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു ദൈവമനുഷ്യൻ, ഹാനോക്കിൻ്റെ ആ കാലം മുതൽ അതിനൊരു വില കൊടുത്തവരാണ്. നിങ്ങളും ഒരു വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവരെ പോലെ ആകാനായിട്ട് കഴിയും. അത് മൂല്യത ഉള്ളതാണ്. കാരണം നിത്യതയിലെത്തി നിങ്ങൾ തിരിഞ്ഞു നോക്കും, നിങ്ങൾ പറയും, കർത്താവേ, നിന്നെ അറിയാനായിട്ട് മറ്റെല്ലാം ചവറും നെണ്ണിയതിനായിട്ട് ഞാൻ അങ്ങ് നന്ദി പറയുന്നു. അവനെ അറിയുന്നതായിരിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവനെ അറിയണോ? ദൈവവചനം വായിക്കുക. എന്നിട്ട് യേശുവിൻ്റെ സൗന്ദര്യം കാണിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. ദൈവത്തിൻ്റെ കണ്ണിലുള്ള ആ സൗന്ദര്യം പറയുക, കർത്താവേ, എനിക്കും അതുപോലെ ആകണം. അപ്പം നിങ്ങൾ ആ ക്രൂശിൻ്റെ വഴി കാണും. യേശു നടന്ന ആ ക്രൂശിൻ്റെ വഴി. അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ ആ ക്രൂശിൻ്റെ വഴിയോടാണ് പോയത്. ഇന്ന് ക്രിസ്തീയ കോളത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല.